ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. അതെ, ഞങ്ങൾക്ക് അശ്വിൻകോക്കിനോടൊരു കാര്യം പറയാനുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? നല്ല സിനിമകളെ നശിപ്പിക്കുന്ന ഒരു താരമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളയും ഞാൻ. അശ്വിൻകോക്കെ തനിക്ക് എന്ത് ചെറ്റത്ര തെണ്ടിത്തര കാണിക്കണം. എക്സ്ക്യൂസ് മീ, സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രീനെ തുറക്കുന്നത് നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ഇന്ദ്രിത് സുകുമാരൻ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ചേട്ടനാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. പക്ഷെ ആ പടത്തെ താറടിച്ചാണ് നമ്മുടെ അശ്വിൻകോക്ക് എന്ന് പറഞ്ഞ പരമ നാറി. ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും, പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു പോ. അറിവിൽ ഗോപുരങ്ങൾ മാനസങ്ങൾ ഒന്നുപോലെ. നിർത്ത്. ആക്ഷനും അർത്ഥവും ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. ഒരു നല്ല സിനിമയാണ് അയാള് ഇരുന്നിട്ട്, അതായത് നാറി പടമാണോ ഊമ്പിയ പടമാണെന്ന് പറഞ്ഞു. ഊമ്പിയ പടമാണോ? മാരിവില്ലിൻ ഗോപുരങ്ങൾ ഊമ്പിയ പടമാണോ? അതെ, ചോദിച്ചാ മതി, പറഞ്ഞുതരും. ഇല്ലോ ഓടാ പുല്ല അശ്വിൻകോക്ക്. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. താനൊക്കെ എന്ത് തെണ്ടിത്തരം. മലയാള സിനിമയ്ക്ക് ഒരു നാശമാക്കുന്നത് അശ്വിൻകോക്കിനെ പോലുള്ള റിവ്യൂവർമാരാണ്. അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. അശ്വിൻകോക്കിനെ പോലുള്ള റിവ്യൂവർമാരാണ്. സിനിമ കാണാണ്ടും സിനിമ ഒന്നും പഠിക്കാണ്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. താനൊക്കെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ട് ചായ അടിക്കാനെങ്കിലും പോയി നിന്നിട്ട് സിനിമ എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് റിവ്യൂ ചെയ്യുക. അല്ലാതെ മനസ്സില്ല. ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ ഓരോ നിരീക്ഷിക്കുകയാണ്. ഓരോ നടന്മാരാണെങ്കിൽ നടിമാരാണെങ്കിൽ അവരുടെ അഭിനയം കണ്ട് പഠിക്കുകയാണ്. ബ്രില്യന്റ്. താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെയൊക്കെ ഈ അശ്വിൻകോക്കിനെ മാറുക കാരണമാണ് മലയാള സിനിമ പൊട്ടിപ്പോണത്. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. ഇപ്പൊ നടികരൊക്കെ വന്നപ്പോൾ അതൊക്കെ ഫ്ലോപ്പായി പോയതൊക്കെ ഈ പുള്ളിയുടെ കാരണം, അശ്വിൻകോക്കിന്റെ റിവ്യൂ കാരണമാണ് മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അശ്വിൻകോക്കിന്റെയും ഉണ്ണി വ്ളോഗിനെയൊക്കെ പോലുള്ളവരൊക്കെ നിരൂപണം കാരണം മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്നു. ആറട്ടെണ്ണ സന്തോഷ് ഇറക്കി ഇപ്പൊ അശ്വിൻകോക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത് തെണ്ടിത്തരണമെന്ന് തന്നെ പറയാം. അത് ഒരു സന്തോഷത്തിന്, അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരാ, മാപ്പ് പോരെ. സിനിമനെ സ്നേഹിക്കുന്ന വ്യക്തിയല്ല ആറട്ടെണ്ണൻ. ആറട്ടെണ്ണൻ രണ്ട് പലത് ചവിട്ടുന്ന ആളാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ. അമ്മ സംഘടനയെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ളതും ഈ അശ്വിൻകോക്കിനെ കൊണ്ട് മാത്രമാണ്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അശ്വിൻകോക്കിന്റെ റിവ്യൂ ഒരു കോമാളിത്തരം, ഒരു ഫാൻസി ഡ്രസ് പോലെയാണ്. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. ആണോ? ഞാനും പെരേര ഇനി മുതൽ പ്രതികരിക്കും. നീ ഇടുന്ന പോസ്റ്റിനെതിരെ പ്രതികരിക്കും. എടഞ്ഞ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റേ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.